ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കൊരു വെജ് നീർദോശ ഉണ്ടാക്കുന്ന കണ്ടാലോ? അതും അരിയൊന്നും കുതിർത്താണ്ട്. എൻ്റെ മോനെ പോലെ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള മക്കളാണ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അവരറിയാണ്ട് അവരെ കൊണ്ട് നമുക്ക് കഴിപ്പിക്കും. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1.5 കപ്പ് വറുത്ത പച്ചരിപ്പൊടി, 3/4 കപ്പ് ചോറ്, 1 കപ്പിൽ കുറവ് തേങ്ങ, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ പച്ചരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരിയില്ലേ, നമ്മൾ റോ റൈസ്, അതൊരു 5-6 മണിക്കൂർ കുതിർത്തി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ രാത്രി കുതിർത്തി വെച്ചിട്ട് രാവിലെ അടിച്ചെടുത്താൽ മതി. ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇത് നല്ലോണം വാട്ടറി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നല്ലോണം ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഇടാക്കി കൊടുക്കാവുന്നതാണ്. ഈ ബാറ്റർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മോർണിംഗിലേക്ക് നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ചേർക്കാം. നമ്മളെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണുള്ളത് അതൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി. ഞാനൊരു ക്യാരറ്റും ഒരു പകുതി സവാളയും കൂടിയും ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ക്യാബേജ്, ബ്രൊക്കോളി, ക്യാപ്സിക്കം അങ്ങനെ എന്താണ് വെജിറ്റബിൾ ഉള്ളത് അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഈ ടൈമിൽ കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ചൂടായി വന്ന പാനിലേക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് നമ്മൾ ബാറ്റർ ഓരോ തവിയായി ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഷേപ്പില്ലാണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് നല്ലോണം ക്രിസ്പി ആക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ തേങ്ങ അരച്ച പൊട്ടറ്റോ കറിയും പിന്നെ ഞങ്ങളെ ഫേവറേറ്റായ തേങ്ങ വറുത്ത ടൊമാറ്റോ ചട്നി, നോർമൽ ടൊമാറ്റോ ചട്നിയേക്കാളും നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ ഒരു നല്ല ചായൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.